മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ജസ്റ്റിസ് എസ് മണികുമാർ ഏറ്റെടുക്കില്ല. മണികുമാറിന്റെ നിയമനത്തിന് ഗവർണർ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഈ പിന്മാറ്റം. വ്യക്തിപരമായ കാരണങ്ങളാൽ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് മണികുമാർ ഗവർണറെ അറിയിക്കുകയെന്ന് പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഗവർണർ ഉടക്കി നിൽക്കുകയായിരുന്നു. 10 മാസത്തോളം പിടിച്ചുവച്ചതിന് ശേഷമാണ് ശുപാർശയ്ക്ക് അംഗീകാരവും നൽകിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മണികുമാറിൻ്റെ നിയമനം വലിയ കോലാഹലമായിരുന്നു. കാരണം ജസ്റ്റിസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം, അതായത് 3 അംഗ കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ വിയോജിപ്പ് അറിയിച്ചു. പിന്നാലെ നിരവധി പരാതികൾ ഈ മണികുമാറിനെതിരെ ഗവർണർക്ക് മുൻപാകെ എത്തി. അപ്പോൾ ഗവർണർ അതുകൊണ്ട് തന്നെയാണ് 10 മാസക്കാലം പിടിച്ചു വച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാർ ഈ മണികുമാറിനെ നിയമിക്കാൻ, അതായത് മണികുമാറിൻ്റെ നിയമനം ഗവർണർ വൈകിക്കുന്നത് കാരണം സീനിയർ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിനെ ആക്ടിംഗ് ചെയർമാനായി നിയമിച്ചത്. അതിന് പിന്നാലെയാണ് ഗവർണർ ഇതിന് അംഗീകാരം നൽകിയത്. അപ്പോഴും ഗവർണർ അംഗീകാരം നൽകിയതിൽ പല കോണുകളിൽ നിന്ന് വിയോജിപ്പ് ഉയർന്നിരുന്നു. പിന്നെ ഇന്നിപ്പോൾ രാവിലെയാണ് ജസ്റ്റിസ് എസ് മണികുമാറിൻ്റെ മറുപടി രാജ്ഭവനിൽ ലഭിക്കുന്നത്. അതിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രതീഷ്. അതായത് ഈ തന്നെ നിയമിച്ച ഗവർണറുടെ തീരുമാനത്തിൽ നന്ദിയുണ്ട്, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും താൻ ഈ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ആസ് മൈ ഫാദേഴ്സ് ഡിമൈസ് ആൻഡ് for other personal reason, my presence in Tamil Nadu is inevitable. For the third reason, I am unable to accept the assignment in Kerala. അതായത് അച്ഛൻ്റെ മരണത്തെ തുടർന്ന് തനിക്ക് തമിഴ്നാട്ടിൽ നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള തീരുമാനം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം കത്തിൽ വിശദീകരിക്കുന്നത്. മണികുമാറിനെ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു, ആലോചനകൾ നടക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ നാടകീയമായൊരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.